ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെത്യാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളുടെ ഈന്തപ്പഴം വെച്ചുള്ള ഒരു ലഡു. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ചിലർക്ക് വലിയ പാടായിരിക്കും ഈന്തപ്പഴം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ബിരുദന്മാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് കുറഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കാനായിട്ട് നമ്മളിതിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഈ ലഡുവിൽ ശർക്കരയോ പഞ്ചസാരയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും. അപ്പോൾ ഈ ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ലഡു തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 15 ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഡീസീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 15 ഈന്തപ്പഴത്തിന് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 10 അണ്ടിപ്പരിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നട്ട്സ് ചേർക്കുന്നത് ഓപ്ഷണലാണ്, പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് ചേർക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാനിവിടെ 1 ക്യൂബ് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടറിന് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലഡു തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. ഇപ്പോൾ ബട്ടർ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ ഗോതമ്പ് പൊടിയുടെ ഒരു പച്ച ഇതൊക്കെ മാറാനായിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗോതമ്പ് പൊടി കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് റോസ്റ്റായി വരുന്ന ടൈമിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഇപ്പോൾ ഗോതമ്പ് പൊടി നട്ട്സൊക്കെ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ പാലോ വെള്ളമോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആ ഒരു ബട്ടറിൻ്റെയും ഈന്തപ്പഴത്തിൻ്റെയും ആ ഒരു നനവിലാണ് നമ്മൾ ഇത് ലഡു ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഈന്തപ്പഴം നന്നായിട്ട് ആ ഗോതമ്പ് പൊടിയായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക്. ഇതിപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ആയിട്ട് എടുക്കാൻ ഈന്തപ്പഴവും ആ പൊടിയായിട്ട്. പക്ഷെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് പ്രശ്നമില്ല. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ക്യൂബ് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിത് കുറച്ച് ഡ്രൈ ആയി പോയെന്ന് തോന്നി, അതുകൊണ്ടാണ് ബട്ടർ ആഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അത് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ കുറച്ചൊരു നനവ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബട്ടർ ആഡ് ചെയ്തത്. ഇപ്പോൾ ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ ഇതിലിരുന്ന് ഒന്നുകൂടി ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ഒരു ചൂടോട് കൂടി തന്നെ നമുക്കിത് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഉരുട്ടിയെടുക്കുന്നതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓരോ ലഡു ഉരുട്ടുന്നതിന് മുമ്പും കയ്യിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡു ആണ്. കണ്ടോ, നമ്മളുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി ലഡുവും ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. കാരണം നമ്മളിൽ പഞ്ചസാര ഒന്നും യൂസ് ചെയ്തിട്ടില്ല. മറ്റ് ലഡു ചെയ്യുന്നത് പോലെ ശർക്കര യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ ഒരു മധുരം തന്നെയാണ് നമ്മളുടെ ഈ ലഡുവിൻ്റെ മധുരം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഞാനിവിടെ കുറച്ച് വെള്ള എള്ള എടുത്തിട്ടുണ്ട്. നമ്മളുടെ ലഡു ഇതിലിട്ടിട്ട് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ അത് ഓപ്ഷണലാണ്. എള്ളുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി.
അപ്പോൾ ഈ എള്ളിൽ പൊതിഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ലഡു ഉരുട്ടുന്ന ടൈമിൽ കുറച്ച് ബട്ടർ കയ്യിലൊന്ന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. എങ്കിൽ മാത്രമേ ഈ എള്ള് നമ്മളുടെ ലഡുവിൽ നന്നായിട്ട് പൊതിഞ്ഞ് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം ലഡു ഉരുട്ടിയെടുക്കാൻ പറഞ്ഞത്. ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കാണുമ്പം തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നും ഇതെന്താണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ എള്ളിലൊന്ന് പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി ലഡുവും ചെയ്യാം. ഇതൊക്കെ കണ്ടോ, നമ്മളുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഈന്തപ്പഴം ഗോതമ്പ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്